ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞവർക്ക് ജനറൽ സർവീസ് വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് അതിനകത്ത് മാറ്റേണ്ടി വരുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറണം, അതേപോലെ തന്നെ ഗ്രീൻ ബുഷ് മാറ്റാനുണ്ട്, സബ് ഫിൽറ്റർ മാറ്റാനുണ്ട്, ലെഫ്റ്റ് മിറർ മാറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ജനറൽ സർവീസ്. ഇത്രയും കേസാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് ചെക്ക് ചെയ്യാനുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അതേപോലെ ബാക്കിലത്തെ ടയറായാലും കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. വീലിൻ്റെ ബെയറിങ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയേക്കണത് കൊണ്ടാണ് ബാക്ക് വീൽ അഴിക്കാത്തത്. അപ്പോൾ ഫ്രണ്ടിലത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കും കേട്ടോ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നീട് നിങ്ങൾ മാറ്റുന്ന സമയത്ത് ഒറിജിനൽ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഐറ്റം ഉപയോഗിക്കണതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ എഞ്ചിൻ ഹെഡിനകത്തൊക്കെ കരിയുടെ അളവ് കൂടാനായിട്ട് അതൊരു കാരണമായിട്ട് മാറാറുണ്ട് സാധാരണ രീതിയിൽ കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാറ്റുമ്പോൾ ഒറിജിനൽ ഇടണമാണ് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ഗ്രീസിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട്. ക്ലച്ചിനകത്ത് വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു, പുതിയ ബെൽറ്റ് കിടക്കണം, കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത് കേട്ടോ. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്, പുതിയ ബെൽറ്റാണ്. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതും വലിയ പഴക്കമായിട്ടില്ല, തേമാന കാര്യങ്ങളൊക്കെ നോർമലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റ് ആയാലും ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ക്ലച്ചിൽ വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക, ഗ്രീസിങ് നടത്തുക, റീസെറ്റ് ചെയ്യുക. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ ലീക്കേജ്, ചെറിയൊരു ലീക്ക് ആരംഭമുണ്ട്, പക്ഷേ നമുക്ക് തൽക്കാലം അതൊന്നും ചെയ്യേണ്ട. കാർബറേറ്ററും പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും ഇല്ല, അപ്പോൾ നമുക്ക് കാർബറേറ്ററും ഇപ്പോൾ തൽക്കാലം അഴിക്കേണ്ടതായിട്ടില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ, ഈ രണ്ട് കേബിളുകളും പുതിയതാണ് കിടക്കുന്നത് കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ അതിൻ്റെ ഗ്രീൻ ബുഷ് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്, അപ്പോൾ ഗ്രീൻ ബുഷ് നമുക്ക് ചേഞ്ച് ചെയ്തിടണം. ലിങ്കിൻ്റെ ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറായ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ നമുക്ക് റീസെറ്റാക്കി എടുക്കാം. ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ് പുതിയ ബെയറിങ്ങാണ്, വലിയ പഴക്കമായിട്ടില്ല. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ അത്ര മോശമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സൈഡ് തിരിഞ്ഞിട്ടുള്ള തേമാനാണ്, വൺ സൈഡ് തീർന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോണ്ടല്ലോ, ഇപ്പോൾ ഫ്രണ്ടിലത്തെ ടയർ മാറ്റാനായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ബാക്കിൽ കിടക്കുന്ന മോഡൽ ടയർ യൂസ് ചെയ്യാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിലത്തെ ടയർ നമുക്ക് ഓവർ ഗ്രിപ്പുള്ള മോഡൽ ടൈപ്പാണ് കേട്ടോ. ഇത് ശരിക്കും ഇത് ഉപയോഗിക്കുമ്പോൾ വണ്ടിയുമ്പോൾ ഹാൻഡിലുമൊക്കെ ശരിക്കും നമുക്ക് നല്ല രീതിയിലുള്ള ബലം അനുഭവപ്പെടും. എപ്പോഴും നമ്മൾ ടയർ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ ടയർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ MRFൻ്റെ ആയാലും അപ്പോളോ സീറ്റ് ഏതെടുത്താലും ഈ പാറ്റേൺ, ഈ ഡിസൈൻ പാറ്റേൺ നോക്കുക, അതേപോലെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് റൊട്ടേഷൻ ചെയ്യാൻ പറ്റും നമുക്ക് ഈ മോഡലിൻ്റെ, അതായത് ഫ്രണ്ടിലെയും ബാക്കിലെയും ടയറിൻ്റെ സൈസ് സെയിം ആണ്, 10 ഇഞ്ചാണ് ഫ്രണ്ടും ബാക്കും വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടയറിൻ്റെ ഇതനുസരിച്ച് നമുക്ക് റൊട്ടേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫ്രണ്ട് ടയർ എന്തെങ്കിലും വലിയ താമസിച്ചുകൊണ്ട് മാറ്റേണ്ടി വരും, പക്ഷേ ബാക്കിൽ കിടക്കുന്ന ടയർ ഫ്രണ്ടിലൂടെ നടക്കില്ല. അപ്പോൾ ഫ്രണ്ടിലിടുമ്പോൾ ഇതേപോലെ തന്നെ ടയർ ഇടാം. പിന്നെ ബാക്ക് തീരുന്ന സമയത്ത് ഫ്രണ്ടിലെ ടയർ ബാക്കിലേക്ക് യൂസ് ചെയ്യണമാണ് കുറേ കൂടി ബെറ്റർ കേട്ടോ. എപ്പോഴും നമുക്ക് ഈ 10 ഇഞ്ച് വീലുള്ള ടയർ വണ്ടിയാകുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ നമുക്ക് ഈ ടയർ റൊട്ടേഷൻ ചെയ്തിടാന്നുള്ളതാണ്. അതായത് പുതിയ ടയർ എപ്പോഴും ഫ്രണ്ടിലിടണം ഏറ്റവും ബെറ്റർ കേട്ടോ. അങ്ങനെ റൊട്ടേഷൻ ചെയ്ത് പോകണമായിരിക്കും കുറേ കൂടി നല്ലത്. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. 2023 മോഡൽ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണേ. ആംറോണിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട് 4 ആമ്പിയർ ബാറ്ററിയാണ്. ഞാനതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു, 12.80 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 8.62 വരെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ താമസമില്ലാണ്ട് ബാറ്ററി കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മൊത്തം പൊടിഞ്ഞു പോയേക്കാണ്, സ്പോഞ്ച് ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്ത് തരണം. പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. എഞ്ചിൻ ഓയിലും മാറ്റേണ്ട ടൈമാണ്, അപ്പോൾ ഓയിൽ ചേഞ്ചും കൂടി കൂട്ടത്തികൾ നടത്തി വിടുന്നുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം, കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.